ഇന്നത്തെ ഖുതുബയിൽ പറഞ്ഞത് നമ്മുടെ തിരക്കുകളൊക്കെ തീർന്നിട്ട് സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഫലാ തൻതദിറുൽ ഫറാഗ മിനൽ അശ്ഗാൽ, തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നന്നാകണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നത് നടക്കാൻ പോകുന്ന കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ നന്നാകണം എന്നൊക്കെ തീരുമാനിച്ച പലരും ഇന്ന് ആറടി മണ്ണിലുണ്ട്. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. പിന്നീട് സൂചിപ്പിച്ചത് വഫ്തഹു അൻ ഖുലൂബിക്കുമുൽ അഖ്ഫാൽ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കൊക്കെ ഒരുപാട് പൂട്ടുകൾ വീണിട്ടുണ്ട്. ആ പൂട്ടുകളൊക്കെ തുറന്ന് ഹൃദയത്തെ സംശുദ്ധീകരിക്കണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ ഭാവിയെ പ്രതീക്ഷിക്കേണ്ടതില്ല. വലാ തഖ്തറു ബിൽ ഇംഹാൽ, ഇടത്തൊന്നും മരിക്കൂല, ഇനിയും സമയമുണ്ട് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഭാവിയെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല, കാരണം ഭാവി നിങ്ങൾക്കുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നാളെ നന്നാകാം, അടുത്ത മാസം നന്നാകാം, അടുത്ത റമദാനിൽ നന്നാകാം, അടുത്ത വർഷം നന്നാകാം എന്നൊന്നും നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട. കാരണം മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നുള്ളതിനേക്കാൾ മോശമായിരിക്കും നാളെ, ഈ മാസത്തേക്കാൾ മോശമാണ് അടുത്ത മാസം, ഈ വർഷത്തേക്കാൾ മോശമായിരിക്കും അടുത്ത വർഷം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറു മിൻഹു, ഒരിക്കലും കാലം അങ്ങോട്ട് അനുസൂതം മുന്നോട്ട് പോകുന്തോറും അതേ വരാനിരിക്കുന്ന കാലം നേരത്തെയുള്ള കാലത്തേക്കാളും സമയത്തേക്കാളും വളരെ മോശപ്പെട്ടതാണെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പറയാണ്, അജബൻ ലിമൻ ഐഖന ബിൽ മൗത്ത്, മരണമുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് തുമ്മ ലാ യസ്തഇദ്ദു ലഹു ബിൽ അമാൽ, അമലുകളൊന്നും ചെയ്യാതെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാത്തവന്റെ കാര്യം അത്ഭുതം തന്നെയാണ്. അജബൻ ലിമൻ യൻതഹി ഇലൽ ഖുബൂർ, ഖബറിലേക്ക് പോകുമെന്നൊക്കെ അറിയാം, എന്നിട്ടോ തുമ്മ ലാ യുറത്തിബുൽ ഉമൂർ, കാര്യങ്ങളൊന്നും തർത്തീബാക്കണില്ല. ആ പഴയ സിസ്റ്റത്തെ തന്നെ, പഴയ മട്ടം തന്നെയാണ്. ഒരു നന്മകൾ ചെയ്യണമെന്നോ, ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു സുന്നത്ത് ഏറെ നിസ്കരിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് ഏറെ ചെല്ലണമെന്നോ യാതൊരു ചിന്തയുമില്ല. മാത്രമല്ല, അജബൻ ലിമൻ യന്തദിറുൽ അഹ്വാൽ, വലിയ വലിയ പ്രതിസന്ധികളും വലിയ വലിയ പ്രയാസങ്ങളൊക്കെ അവൻ അഭിമുഖീകരിക്കാനുള്ള വ്യക്തിയാണ്. എന്നിട്ട് തുമ്മ ലാ യുസ്ലിഹുൽ അഹ്വാൽ, കാര്യങ്ങളൊന്നും നന്നാക്കുന്നില്ല. അജബൻ ലിമൻ ബൈന യദൈഹി കുത്താബ്, അതേ നന്മകൾ തിന്മകളൊക്കെ രേഖപ്പെടുത്തുന്ന മലക്കുകളൊക്കെ അവന്റെ മുമ്പിലുണ്ടായിട്ട് കൈഫ യൻസൽ ഹിസാബ്, പിന്നെങ്ങനെയാണ് ഹിസാബിനെ മറന്നു പോകുന്നു. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ജനുവരി 1 പുതുവത്സരാഘോഷം ഇവിടെ നടക്കാൻ പോകുമ്പോൾ അന്ന് യേശുക്രിസ്തുവിന്റെ പിതാവ്, ദൈവത്തിന്റെ മാതാവ് ജനിച്ച ദിവസമാണ് എന്ന രീതിയിലാണ് ക്രിസ്ത്യാനികൾ പുതുവത്സരം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് എങ്ങനെ മകനുണ്ടാവുക, ദൈവത്തിന് എങ്ങനെയാണ് മാതാവ് ഉണ്ടാവുക, ദൈവത്തിന് എങ്ങനെയാണ് പിതാവ് ഉണ്ടാവുക? പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അതെ, അല്ലാഹു സ്വമദ്, അവൻ സ്വയം പര്യാപ്തനാണ്. ലം യലിദ് വലം യൂലദ്, അവന് പിതാവില്ല, അവന് പുത്രനില്ല, അവന് മാതാവില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ സിവൽ ഭാരി, അല്ലാഹു അല്ലാത്തതൊക്കെ ലോകമാണ്, അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക്, പ്രിയപ്പെട്ടവരെ, പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മതത്തിന്റെ നിയമങ്ങളൊക്കെ ലംഘിച്ച് തോന്നിയതുപോലെ ആഘോഷിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ അറിഞ്ഞു എന്നറിയയില്ല, വർഷങ്ങളായി മാസങ്ങളായി ഇന്നിപ്പോ ചില ആളുകൾ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് രംഗത്ത് വരുന്നു. എന്താണ് അവരുടെ വാദം എന്നറിയോ നിങ്ങൾക്ക്? എല്ലാ മതങ്ങളും സത്യമാണ് എന്ന ഒരു തിയറിയുമായി ഇന്ന് ചില മൗലവിമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ചുറ്റുവട്ടങ്ങളിൽ ഇന്ന് അങ്ങനെയുള്ള മൗലവിമാർ ഇന്ന് ഖുത്ബ നടത്തുന്നുണ്ട്. അതാണ് രസം. വെള്ളിയാഴ്ച പള്ളിയിൽ മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുന്നു. എന്താണ് മൗലവിയുടെ വാദം? എല്ലാ മതങ്ങളും ശരിയാണ്. അങ്ങനെയാണ് ഖുർആൻ ഓതുന്നതിന് കൂലിയുണ്ട്, അതുപോലെ തന്നെ ഉപനിഷത്ത് വായിക്കുന്നതിന് കൂലിയുണ്ട്. ഖുർആൻ ഓതുന്നതിന് കൂലിയുണ്ട്, ബൈബിൾ ഓതുന്നതിന് കൂലിയുണ്ട്, നിസ്കരിക്കുന്നതിന് കൂലിയുണ്ട്, പൂജാകർമ്മം ചെയ്യുന്നതിന് കൂലിയുണ്ട്. എല്ലാ മതങ്ങളും ശരിയാണ് എന്ന വാദം ഉയർത്തുന്ന ആളുകൾ ഇന്ന് ഇതുപോലെയുള്ള വെള്ളിയാഴ്ചയിൽ, പ്രിയപ്പെട്ടവരെ, ഖുത്ബക്ക് നേതൃത്വം കൊടുക്കുകയും അത്തരം മൗലവിമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. നിങ്ങളൊക്കെ യൂട്യൂബിലും മറ്റൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമായ
ആശയമല്ലേ അത്? പിന്നെ തൗഹീദിന് എന്തർത്ഥമാണുള്ളത്? പിന്നെ നമ്മുടെ നിസ്കാരത്തിന്, നമ്മുടെ ഇബാദത്തിന് എന്തർത്ഥമാണുള്ളത്? എല്ലാ മതങ്ങളും ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിൽ അതേ നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനപരമായ ആണിക്കല്ലുകൾ പോലും ഇളക്കി മറിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മതത്തിന്റെ പേരിൽ ചില ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്ടിന്റെ മാസമാണ് ജമാദുൽ ആഖിർ 22. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ജമാദുൽ ആഖിറിന്റെ അവസാനത്തെ ആഴ്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറക്കാൻ പാടില്ല. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഖത്തീബുമാരും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്മരിച്ച് അവിടത്തേക്ക് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. എന്തുകൊണ്ടാണ് ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ സ്മരിക്കപ്പെടുന്നത് അറിയോ നിങ്ങൾക്ക്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട്, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും മാറ്റിവെക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ. ധാരാളം പറയാനുണ്ട്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ചില ആളുകൾ രംഗത്ത് വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കുകയില്ല. ഖുദ് മിൻ അംവാലി എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഖുദ് നബി അവിടുന്ന് സ്വീകരിക്കണമെന്നല്ലേ സ്വതക്ക സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് മതത്തിന്റെ നിയമങ്ങളെ മാറ്റാൻ വേണ്ടി ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം, പരിശുദ്ധമായ ദീൻ ഇവിടെ സമ്പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഈ ദീനിൽ നിന്ന് ഒരു അണുമണി പോലും കുറവ് വരുത്താൻ ഈ സിദ്ദീഖുൽ അക്ബർ ജീവനുള്ള കാലത്തോളം സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആദർശ വിരോധികൾക്കെതിരെ സന്ധിയില്ലാ സമരവും യുദ്ധവും നടത്തിയ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്മരിക്കുന്ന ഈ മാസത്തിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതി, അങ്ങനെയൊക്കെ മതി എന്നുള്ള രൂപത്തിലുള്ള തണുത്ത നയ നിലപാടിൽ നിന്നും മാറി യഥാർത്ഥ നയ നിലപാടിലേക്കും ആദർശ ബോധത്തിലേക്കും നാം ഓരോരുത്തരും തിരിച്ചു വരേണ്ടതുണ്ട്. അല്ലാഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ, നല്ല ആദർശ ബോധമുള്ളവരാക്കി തരട്ടെ, നന്മകൾ ഒരുപാട് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.